ഹലോ, വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ദിംസും എന്ന് പറയുന്ന ഒരു ഫുഡ് സ്പാനിഷ് ഫുഡാണ്. അപ്പോൾ അത് സ്പാനിഷ് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, ചൈനീസ് ഫുഡ് എന്നേ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 ജെല്ല് പോലെ പാക്കറ്റുകൾ ഉണ്ടാവും. അത് ഇതിൽ ചേർത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നും ചെയ്യാനില്ല, തുറന്നിട്ട് ഇങ്ങനെ ആവി കയറ്റിയിട്ട് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചേക്കണത് ഇറച്ചിയാണ്. ആവി കയറ്റിയിട്ട് കഴിക്കാവൂ. അപ്പോൾ ആവി കയറ്റാനുള്ള പാത്രം ഇല്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് ഇതേപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഒരു ചപ്പാത്തി പോലെ, ചപ്പാത്തിയുടെ ഉള്ളിൽ ബേക്കണും ചീസൊക്കെ വെച്ചിട്ട് നിറച്ചേക്കണതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ ചൂടാക്കിയാൽ മതി. ഇറച്ചി പോലെ നിറച്ചതാണിത്. പിന്നെ ഉള്ളത് ഇറച്ചി തന്നെ ബാർബിക്യൂ ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ചൂടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ചട്ടി വയ്ക്കുക, എണ്ണ ചൂടാക്കുക. അതുപോലെ തന്നെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ഇതേപോലെ വാങ്ങിച്ചിട്ട് പൊളിച്ചിട്ട് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക, അല്ലെങ്കിൽ നീളത്തിൽ അരിയാം, എങ്ങനെ വേണമെങ്കിലും അരിയാം. അപ്പോൾ ഞാനൊരു പഴത്തിന് 6 കഷ്ണമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ആക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ അപ്പോൾ എനിക്ക് ഒരു വെള്ളത്തിന് പകരം ഞാൻ പാലാണ് ഇതിൽ ചേർത്തേക്കണത്, 1 ഗ്ലാസ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഉപ്പ് പോരായ്മ ഉണ്ടെന്ന് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, വേറെ ഒന്നുമില്ല. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് ഇഷ്ടമില്ലാത്തവർ എള്ള് ചേർക്കേണ്ട, ജീരകമായാലും കുഴപ്പമില്ല, അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്ടി വയ്ക്കുക, ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ആ മാവിൽ മുക്കിയിട്ട് ഓരോ പഴം ഇതേപോലെ മുക്കി വറുത്ത് കോരി എടുക്കുക. അപ്പോൾ പഴംപൊരി റെഡിയായി, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം. ഇത് മൈദപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടിയിൽ കുറച്ചും കൂടി കട്ടി കൂടണമെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഇത് സാധാരണ മൈദപ്പൊടി മാത്രമാണ് ചേർക്കാറ്. പിന്നെ ചിലർ കുറച്ചും കൂടി കട്ടി കൂടാൻ വേണ്ടിയിട്ട് അതുമ്പോൾ ഇങ്ങനെ മുക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, എന്തൊരു ഈസിയാണ് പഴംപൊരി ഉണ്ടാക്കാനല്ലേ. അപ്പോൾ 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ചായക്ക് വൈകുന്നേരം കഴിക്കാം. ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കൂട്ടാ. അപ്പം നല്ല സൂപ്പർ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കിക്കോ, പഴംപൊരി ഉണ്ടാക്കിക്കോ, വൈകുന്നേരം കഴിച്ചോളൂ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ വെക്കേഷനാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. പഴത്തിന് അധികം വിലയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കോഴിക്കോട്ടയാണ്. കോഴിക്കോട്ട എല്ലാവരും ഓശാനയായിട്ട് ഉണ്ടാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇടണ്ടേ, അതുകൊണ്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ശർക്കര കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് ഉരുക്കിയെടുക്കുക. അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാവ് കുഴയ്ക്കാനാണ്. അപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ട് ഇതേപോലെ കൊത്തിയെടുത്തതിന് ശേഷം ചെറിയ മിക്സിയിലിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടാണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഉരുക്കിയ ശർക്കരേനെ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അടിച്ചു വെച്ചേക്കണ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ട് നോക്കുക, കരിഞ്ഞു പോകാണ്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഉരുക്കിയ ശർക്കരയാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് അത് വറ്റി വരണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ നേരത്തെ അടിച്ചു വെച്ചേക്കണ മിക്സിയിൽ തന്നെ കുറച്ച് 2 സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കായും ഇട്ട് പൊടിച്ചെടുത്തിട്ട് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക. അതിലേക്ക് ചൂടുള്ള തിളപ്പിച്ച വെള്ളം, കുറച്ച് ഉപ്പ് ചേർത്ത വെള്ളമാണ്, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ ശർക്കര നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും ഏലക്കായും പഞ്ചസാരയും കൂടി നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ കുഴച്ച് വെച്ചേക്കണ പൊടീനെ ഓരോ ഉരുളകളാക്കി മാറ്റിയിട്ട് അതിനെ ചെറിയൊരു തുള പോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഗ്രേവി ഉണ്ടല്ലോ, എന്താ പറയുക, തേങ്ങയുടെ ഗ്രേവി ഇട്ട് കൊടുത്തിട്ട് നിറയ്ക്കുക.
അപ്പം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചേക്കണ മാവ് കുറച്ച് പശയുള്ള മാവായിരുന്നു, അതുകൊണ്ട് കൈമേലൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടൂല എന്ന് വിചാരിച്ച്, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഒട്ടണുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കുഴിച്ചിട്ട് ഈ തേങ്ങയുടെ ഗ്രേവി വെച്ചിട്ട് ഉണ്ടയാക്കി എടുക്കുക. എന്നിട്ട് ഇടിയപ്പ പാത്രത്തിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണ തട്ടിൽ വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് പുഴുങ്ങിയെടുക്കുക. അത്രയേ ഉള്ളൂ കോഴിക്കോട്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നറിയാം. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതൊക്കെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തീർന്നിട്ടില്ല, തുടർന്ന് കാണണം കേട്ടോ, മുഴുവനും കാണണേ വീഡിയോ. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ കോഴിക്കോട്ടയുണ്ട്. അപ്പം ഞാനിതിനെ മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. പിന്നെ ഭംഗി ഷേപ്പൊന്നും നോക്കണ്ട, പശയുള്ള മാവായിരുന്നു, അതുകൊണ്ടായിരുന്നു അങ്ങനെ ഇരുന്നേച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്നും കൂടി പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.